ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവൻ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടിപ്പോ ഏറെക്കുറെ 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരാൾക്ക് ഇത്രയധികം സമ്പാദിച്ചു കൂട്ടാൻ പറ്റുമോ? എന്നിട്ട് ജയർ എങ്ങോട്ട് പോയി? എങ്ങനെ ഉണ്ടായിരുന്നു ഹരിയുടെ വീട്ടിലെ ജയാറിന്റെ പെർഫോമൻസ്? ഷോക്കിംഗ്. ജെആറിനെ കണ്ട ഷോക്കില് അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അവരിനി ഉറങ്ങില്ല. സ്വാമി എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. യു ആർ ത്രില്ഡ് അല്ലേ സർ? തീർച്ചയായിട്ടും. നത്തിങ്. ജയർ വന്നു. വളരെ കുറച്ച് സമയം അവരോട് സംസാരിച്ചുള്ളൂ. ബട്ട് ദാറ്റ്സ് ഇനഫ്. ആ സമയത്ത് അവിടെ ഉണ്ടാവണമായിരുന്നു. എല്ലാവരും ജയാറിന്റെ മുമ്പില് നടുങ്ങി നിൽക്കുന്ന സമയത്ത്. അതിനേക്കാൾ മനോഹരമായ വേറെ ഒരു കാഴ്ചയില്ലല്ലോ. കാഴ്ചകൾ ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത് മാഡം. ഇത് കൈകാര്യം ചെയ്യുന്നവരെ ജയർ ഇവിടെ ഉണ്ടാവും. സ്വാമി, ജെആറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാവോ? ഒരിക്കലുമില്ല. ഇതുവരെ ജയർ ആരോടും വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. അങ്ങനെ വേണം. അഹങ്കാരം ഒരുപാടുണ്ടായിരുന്നു ഹരിക്കും നിത്യയ്ക്കും. കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സംസാരിക്കാനും തുടങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങ് ആകാശത്തോട്ട് പോയി. പെട്ടെന്ന് നാട് നന്നാക്കി കളയാന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാ രണ്ടാളും കൂടി. ഇനി നാവ് പൊങ്ങില്ല. പഴയ പക അല്ലേ? അതെ സ്വാമി. അവരുടെ നാശം അതേത് രീതിയിലായാലും അത് കാണാൻ എനിക്കിഷ്ടോ. കാരണം ഞാൻ അവരുടെ മുമ്പിൽ ഒരുപാട് തോറ്റിട്ടുണ്ട്. എനിക്കറിയാം. ആക്ച്വലി ജെആറിന്റെ എഗ്രിമെന്റ്, അതിന്റെ സ്വഭാവം ഹരിയും കൂടെയുള്ളവരും ശരിക്കും തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. എഗ്രിമെന്റ് അവർ വായിച്ചിട്ടുണ്ട്. എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തെ ട്രാപ്പുകൾ ഐ ക്യാൻ സീ ദാറ്റ്. അവർക്കത് കാണാൻ പറ്റില്ല. ഇനിയെല്ലാം ജയആർ തീരുമാനിക്കട്ടെ. അവരുടെ ജീവിതം ജയആറിന്റെ കയ്യിലാ. കൊല്ലാനും വളർത്താനും അധികാരമുള്ള ജയആറിന്റെ കയ്യില്. என்னடா இது? அதே கண்ணு, அதே மூக்கு, அந்த நட போலும் சேம் சார். அந்த ஜீவன் சார் எப்படி ஜேராவும்? அதுதான் எனக்கு புரியல. എടാ ഹരി, ഒരു മായക്കാഴ്ച പോലെ തോന്നുന്നതാണോ ഇത്? ജീവനാണോ അതോ ജീവനെ പോലെ വേറൊരു ആളോ? അത് ജീവൻ തന്നെയാണ്. ഏത് വേഷത്തിൽ അവൻ എന്റെ മുൻപിൽ വന്നാലും എനിക്കവനെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ പ്രസവിച്ചതല്ലേ അവനെ. ശരി, പക്ഷെ ജീവനാണെങ്കില് നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറൂ? നമ്മുടെ ഒന്നും ഒരു കാര്യവും അവൻ ചോദിച്ചില്ല. കമ്പനി എഗ്രിമെന്റും അത് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ, അല്ല വേറെ എന്തെങ്കിലും അതല്ലാണ്ട് സംസാരിച്ചു? അതൊരു തന്ത്രമായിക്കൂടെ അമ്മാവ? ഈ ജയാറിലേക്ക് നമ്മൾ പോയ വഴിയൊന്ന് ആലോചിച്ചു നോക്കേ. ആരിലൂടെയാ? വീണയിലൂടെയും വിപിനിലൂടെയും. അവരുടെ ചിന്തകളൊക്കെ പണ്ടു ചെന്ന് അവസാനിച്ചിട്ടുള്ളത് ജീവനിൽ തന്നെയല്ലേ? அது சரி.
ஆனா அவரு ஜீவன் എന്ന് പറഞ്ഞാലും അവർക്ക് இவ்வளவு பணம் எங்கிருந்து கிடைச்சு? ஜெயாரு எவ்வளவு பெரிய ஆளு, அப்படி இல்லையா சுவாமி சொல்றது? ആ ചോദ്യം ശരിയാ. ജീവൻ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടിപ്പോ ഏറെക്കുറെ 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരാൾക്ക് ഇത്രയധികം സമ്പാദിച്ചു കൂട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ 5 മാസത്തിനിടയിൽ നമ്മളെ ആരും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറാൻ ഒരാളെ കൊണ്ട് പറ്റുമോ? കൊല്ലാൻ തീരുമാനിച്ച് നടക്കുമ്പോഴും നിഷ്കളങ്കനാണെന്ന് എല്ലാരെയും വിശ്വസിപ്പിച്ച് നടക്കുന്ന ആളല്ലേ ജീവൻ. അതുകൊണ്ട് അതിൽ വലിയ പ്രത്യേകത ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഹരി, അത് അവനാണോ അല്ലയോ എന്നൊന്നും നോക്കി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. അതവൻ തന്നെയാ. മുൻപ് നമ്മളെയൊക്കെ കൊല്ലാൻ വന്നു, ഇപ്പോ കൊല്ലാക്കൊല ചെയ്യാൻ വന്നു. അത്രേ ഉള്ളൂ. എങ്കിൽ ഇനിയൊരു വിട്ടുവീഴ്ചയും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഹരി, എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്യണം. കേസെങ്കിൽ കേസ്, സമരമെങ്കിൽ സമരം. നീങ്ങി വന്നേ. സുജാതെ, ഒരു മിനിറ്റ്. വാ വാ ശരവണ. അതെ ഹരി, പണ്ടും നമ്മളെയൊക്കെ ജീവൻ ഭീഷണിപ്പെടുത്താൻ നടക്കുമ്പോഴേ നമ്മുടെയൊക്കെ തല നമ്മുടെയൊക്കെ കഴുത്തിന്റെ മുകളിലായിരുന്നു. ഇപ്പൊ അത് അവന്റെ കാൽച്ചോട്ടില. സ്ത്രീകളുടെ കാര്യത്തില് അവന്റെ ബഹുമാനം പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. അത് നിത്യയ്ക്കും സുജാതയ്ക്കുള്ള മുന്നറിയിപ്പാ. മോനെ, ഈ കാശിന്റെയും ലോണിന്റെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നിത്യയ്ക്കും സുജാതയ്ക്കും ഒന്നും സംഭവിക്കരുത്. ആ ഒരു ഉറപ്പ് നിനക്ക് വേണം. അവരെ ആരും തൊടില്ല മാവ. തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ எனக்கு புரியல சார். இவருனே காசுள்ள யாரையாவது கொலை பண்ணி இருக்குமா? அந்த காசு எடுத்து தானே இனி இந்த கம்பெனி ஸ்டார்ட் பண்ணி இருக்கும். അറിയില്ല, നമുക്ക് അന്വേഷിച്ച് നോക്കാം. അമ്മേ, ലോകത്തോരമ്മയ്ക്കും ഇത്രയും വിചിത്രമായ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, അല്ലേ മോളെ?